ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു അഞ്ചുകുഴി എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണേ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവാം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ അഞ്ചുകുഴി അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അപ്പം അഞ്ചുകുഴി അമ്പലം. നമ്മളിവിടെ എൻ്റെ വാതിക്ക് എത്തിയിട്ടുണ്ട്. വാ, വെള്ളം കുറവല്ലേ? റീൽസിൽ കണ്ടത്രയും വെള്ളം ഇല്ല ഗൈസ്. ഇതിനകത്ത് കയറും, ഈ മുള്ളിനകത്തൂടെ കയറും, അല്ലെങ്കിൽ അപ്പുറത്ത് മുള്ളുണ്ട്, അതിനകത്തൂടെ കയറി പറിച്ചിട്ട് വരും. നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തമായിട്ടാണ്. ഇഷ്ടം പോലെ പൈനാപ്പിൾ ഉണ്ട്. ഇതാണ് വെള്ളം കുറവാട്ടോടി. അപ്പൊ ഗൈസ്, നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫോൺ വന്ന് അവിടെ വെച്ച് മറന്നു പോകും. അത് എടുക്കാൻ പോയിരിക്കും. നമുക്ക് താഴോട്ട് പതിയെ ഇറങ്ങാം. നമുക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര നാണമാണ്. നമ്മുടെ നാണം നമുക്ക് മാറ്റി കൊടുക്കാം. പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇവിടെ വെള്ളത്തിന് നല്ല ശബ്ദമാണ്. അയ്യോ, നല്ല ചൂടാ. എന്നെ ബ്ലറാക്കിയാണോ? അപ്പൊ ഗൈസ്, അയ്യോ ഇതാ റൂമാറ്റിക് ആയിരുന്നു, മാറ്റാം. അപ്പൊ ഗൈസ്, ചെമ്പരത്തിപ്പൂക്കെ തല വെച്ചോണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നത്. അല്ല തന്നെ തലയ്ക്ക് വെട്ടാന്നല്ലാരും പറയുന്നത്. ഇതിനെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ തലയേക്കാളും വലുതാ പൂ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂ ഒക്കെ. എന്ത് രസമാണ് പറയുക. ഇതിൽ വെള്ളം ഒഴുകുന്നു, അമ്പലം അവിടെ ഇരിക്കുന്നു, നല്ല ഭംഗിയുണ്ട്. പക്ഷെ കൊള്ളാല്ലേടി. എന്നെ കൊണ്ട് എടുപ്പിക്കുക, ഞാൻ സംസാരിക്കണം, ക്യാമറയുടെ ഫ്രണ്ടിൽ വരണം. ഇവിടെ 10 പേര് അറിയട്ടെ ഗൈസ്, ഇത്രയാണ് വിചാരിച്ചുള്ളൂ. ഇവളുടെ അമ്മയാണെങ്കിൽ വ്ളോഗറാ, പക്ഷെ ഇവള് സമ്മതിക്കുകയല്ല. അമ്മയാണെ നന്നായിട്ട് ഇങ്ങനെ സംസാരിക്കും ഇവിടെ. പക്ഷെ ഇവള് പറയും വേണ്ട, അങ്ങനൊന്നും ചെയ്യണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയും. ഇവളെന്നാ പറയണ്ടേ? കേൾക്കുന്നുണ്ടോന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാം. അവിടെ വീഡിയോ എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങള്. അഞ്ചാനോ? അയ്യോ, വഴി തെറ്റി. ഇതില് പോന്ന്. അല്ല, ഇതിപ്പോ അപ്പുറത്തോട്ടില്ല, എങ്ങനെ പോകും? എടി, ഞാൻ ഓർത്ത് ഇതിലെ തന്നെ ഇങ്ങ് പോവാന്ന്. ഞാൻ ഓർത്ത് ഇതിലെ ഇങ്ങനെ കയറി പോകാൻ കുറുക്ക് വഴി ഉണ്ടെന്ന് ഓർത്താ ഞാൻ ഇതിലെ കയറി വന്നു. ഇവിടെ വന്നപ്പോൾ ഇതിന് മണ്ണരോട് മാത്രമേ വഴിയുള്ളൂ. അയ്യോ, മടുത്തു. ഇത്ര നടക്കാറുണ്ടായിരുന്നു. നല്ല രസമൊക്കെ ഉണ്ട് കൈ. അപ്പുറത്തൊരു ചേട്ടൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ വ്ളോഗിനകത്ത് നമ്മൾ വരുന്ന എനിക്ക് തോന്നുന്നത് ആളുടെ യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ചിട്ടോ. ആ ശരിയാ, കുറെ നേരമായിട്ടാണ് വരുന്നത്. ആള് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഇതിനത് പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുവായതുകൊണ്ട് സൗണ്ട് ഇല്ല. ഞങ്ങളുടെ മയക്കും ഇല്ല. രാവിലെ തിന്നാൻ പറഞ്ഞല്ലേ എന്നോട്. വെള്ളം കൊണ്ട് കുടിച്ചാലോ? പോവാം, വാ, ഒരു കൈവച്ചൊക്കെ പറയാം. ആരും ഒന്നും പറയത്തില്ല, ഞാൻ എപ്പോഴും പറഞ്ഞു. അവൾ വീഡിയോ കോൾ വിളിച്ച് അവളുടെ ബേബിയെ കാണിക്കുക അമ്പലമൊക്കെ. നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോവാണേ. ഞങ്ങൾ താമസിച്ചാണ്, അതുകൊണ്ട് തൊഴാനൊന്നും പറ്റില്ല. ഞാൻ ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം
വിഷുവാണ് ഏറ്റവും തിരക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാം. ബൈ ഗൈസ്. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇടുക്കിക്ക് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവള് പറഞ്ഞു ഏതൊരു തേയിലക്കാടോ തേയിലത്തോട്ടമല്ല കൈതത്തോട്ടം കാണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. കാണുന്നതെല്ലാം കൈത്തോട്ടമുണ്ട്. ഇവിടെ കൈത്തോട്ടമല്ല, കൈത്തോട്ടം എന്ന് പറഞ്ഞ അപ്പുറത്തെ കാട് കാണിച്ചു പിടിച്ച്. ഒത്തിരി ചോക്കയുടെ വെള്ളം നോക്കിക്കോണേ തമ്പുരാനെ. അപ്പോൾ ബൈ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ.